ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പൊ മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓരോ പുതിയ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ മലയാളത്തിലെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, രുചിമേളമായിരുന്നു അല്ലെ. അപ്പൊ പേര് പോലെ തന്നെ എന്താണ്, ആ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങള്, ഏതൊക്കെ ആഹാരങ്ങളാണ് നമ്മൾ അല്ലെ എപ്പോഴും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, നല്ല ആരോഗ്യം കിട്ടാനായിട്ട് പോഷകാഹാരത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ രുചിമേളം എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 2 പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്റെ മക്കൾ നോക്കുക, ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് രുചി കണ്ടുപിടിക്കാനാണ് അല്ലെ. രുചി എഴുതാൻ പോവുകയാണ് നമ്മൾ. അപ്പൊ നമുക്കറിയാം, എല്ലാ ഭക്ഷണത്തിനും ഒരേ രുചിയാണോ? അല്ല അല്ലെ. ചിലത് നമ്മൾ രുചിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും, ചിലത് നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇനി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ഡിപ്പെൻസ് ആണ് അല്ലെ. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ആയിരിക്കില്ല മക്കൾക്ക് ഇഷ്ടം ഉണ്ടാവുക, ശരിയല്ലേ മിസ് പറഞ്ഞത്? അപ്പൊ അതൊക്കെ എന്താണ്, അതിന്റെ രുചി അല്ലെ, അതിന്റെ ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഇതാ ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് നോക്കിയേ നിങ്ങൾ, നല്ല അടിപൊളി ലഡു ആണ് അല്ലെ. അപ്പൊ ലഡു എല്ലാവർക്കും ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണെന്നൊന്നും മിസ് പറയണില്ല, മിസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ചില ആളുകൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. അതിന്റെ കാരണം എന്താണ്, ലഡുവിന് നല്ല മധുരമാണ് അല്ലെ. അപ്പൊ ലഡുവിന്റെ രുചിയാണ് നമ്മൾ ഈ ബോക്സിൽ എഴുതാൻ പോകുന്നത്. എന്താണ്? മധുരമാണ് അല്ലെ. അപ്പൊ ലഡുവിന് നല്ല മധുരമാണ്. അപ്പൊ മധുരം ഇഷ്ടമുള്ള ആളുകൾക്ക് ലഡു ഇഷ്ടമായിരിക്കും. കഴിക്കണത് അത്ര നല്ലതാണോ? ഒരിക്കലും അല്ല അല്ലെ. ഒന്നും നമ്മൾ അധികം ആവരുത് എന്ന് പറയണ പോലെ ഇതൊക്കെ എന്താണ്, ഓവറായിട്ട് കഴിക്കണത്, ഷുഗർ അല്ലെ, പഞ്ചസാരയുടെ അളവൊക്കെ കൂടുന്നതൊക്കെ എന്താണ്, നമുക്ക് പ്രശ്നമാണ്. അപ്പൊ മധുരമാണ് നമ്മുടെ ലഡുവിന്റെ രുചി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നത് എന്താണ്, ഇത് മുളകാണ്. മുളക് നമുക്കറിയാം അല്ലെ, മുളകിന്റെ രുചി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, നല്ല എരിവാണ് അല്ലെ. നല്ല മുളകൊക്കെ കൂടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാല് കറിയൊക്കെ കൂട്ടുമ്പോൾ നമുക്കൊക്കെ എന്താണ്, എരിയാറുണ്ട് അല്ലെ. ഞാൻ മിസ് ഒന്നുകൂടെ ഇതാ ഇവിടെ സെന്ററിലേക്ക് മാറ്റി എഴുതി തരാം. അപ്പൊ എരിവാണ് അല്ലെ, എരിവാണ് നമ്മുടെ മുളകിന്റെ രുചി എന്ന് പറയുന്നത്. ഇനി അടുത്ത ആളെ നിങ്ങൾ നോക്കിയേ, നമ്മളെ നാട്ടിലേക്കൊക്കെ പാവൽ, പാവയ്ക്ക അല്ലെ, ചില നാട്ടിലേക്ക് കൈപ്പക്ക എന്നൊക്കെ അതിന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കണേ? ഇതിന്റെ രുചി എന്താണ്, കയ്പാണ്. ഒട്ടുമിക്ക ആളുകൾക്കും ഇല്ലാത്ത ഒരാളാണ് ഇത് അല്ലെ. പക്ഷെ വളരെ എന്താണ്, പോഷക ഗുണമുള്ള ആളാണ്. ഉപ്പേരിയൊക്കെ ആയിട്ട് തോരനൊക്കെ വെച്ച് കൂട്ടുന്നതൊക്കെ വളരെ നല്ലതാണ്. അവിയലിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ പാവയ്ക്ക അല്ലെ, രുചി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, യെസ്, നല്ല കയ്പാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും അല്ലെ. അടുത്ത പ്രവർത്തനം എന്താ നോക്കിയേ, എണ്ണയിൽ ചുട്ടെടുത്തവ ഏതൊക്കെ വരച്ചു യോജിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുക അല്ലെ. അപ്പൊ എല്ലാ ഭക്ഷണവും നമ്മൾ ഉണ്ടാക്കാറ് ഒരുപോലെയൊന്നും അല്ല. നമുക്ക് കുറെ പലഹാരങ്ങളൊക്കെ അറിയാം അല്ലെ. ഇപ്പൊ വീട്ടിൽ ചായക്കൊക്കെ വൈകുന്നേരം ചിലപ്പോൾ അമ്മ എന്ത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, രാവിലെ നമ്മൾ കഴിക്കുന്ന കുറെ പലഹാരങ്ങളുണ്ട് അല്ലെ. ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയത്, ആ കൊഴുക്കട്ട എണ്ണയിലാണോ? അല്ല, ആവിയിലാണ് അല്ലെ. പപ്പടം, യെസ്, പപ്പടം കണ്ടു നമ്മൾ. പപ്പടം എന്തിലാണ്? എണ്ണയിലാണ് അല്ലെ. അപ്പൊ നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ എണ്ണയിൽ പൊരിച്ചെടുക്കുക, എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് നമ്മുടെ പപ്പടത്തിന് അല്ലെ. അടുത്തത് ഇടിയപ്പം ഉണ്ട്. ഇടിയപ്പവും ഈ പറഞ്ഞ പോലെ എണ്ണയിലൊന്നും അല്ല അല്ലെ. ഉഴുന്നുവടയോ? യെസ്, ഉഴുന്നുവട നല്ല എണ്ണയിലാണ് നമ്മൾ മൊരിച്ചെടുക്കാറുള്ളത് അല്ലെ. അടുത്തത് നോക്കിയാൽ പുട്ട്. പുട്ട് എണ്ണയിലല്ല. തരിയുണ്ട് എണ്ണയിലാണോ? അല്ല അല്ലെ. അത് കഴിഞ്ഞ് ബിസ്ക്കറ്റ് ഉണ്ട്, നമ്മൾ പാക്കറ്റ് വാങ്ങി കഴിക്കുക ചെയ്യുക ചായയുടെ കൂടെ കൂട്ടിയിട്ടല്ലേ. നെയ്യപ്പം, നെയ്യപ്പം ഇഷ്ടമാണോ എല്ലാവർക്കും? അപ്പൊ നെയ്യപ്പം എന്താണ്, എണ്ണയിലാണ് അല്ലെ. പായസം എണ്ണയിലാണോ? അല്ല, എണ്ണയിൽ പൊരിച്ചെടുക്കല്ല ചെയ്യുന്നത് അല്ലേ. പായസം അല്ല. ബജിയോ? യെസ്, നമ്മുടെ മുളക് ബജിയൊക്കെ നമുക്ക് പരിചയമുണ്ട്. ഇതൊക്കെ എന്താണ്, എണ്ണയിൽ ചുട്ടെടുക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ ബജി ആയിക്കോട്ടെ, നെയ്യപ്പം ആയിക്കോട്ടെ, പപ്പടം ആയിക്കോട്ടെ, ഉഴുന്നുവട ആയിക്കോട്ടെ, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്, എണ്ണയിൽ ചുട്ടെടുക്കുന്ന ആഹാരങ്ങൾക്ക് അല്ലെങ്കിൽ പലഹാരങ്ങൾക്ക് ഉദാഹരണമാണ് അല്ലെ. അപ്പൊ ഇതുപോലെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ദിവസേന കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എണ്ണയിലാണോ, ആവിയിലാണോ അല്ലെ, കല്ലിൽ ചുട്ടെടുക്കുവാണോ എന്നൊക്കെയുള്ള കാര്യങ്ങള് നാളത്തെ ഒരു ദിവസം, ഇന്നിപ്പോ കഴിഞ്ഞു പോയില്ലേ, നാളെ രാവിലെ മുതൽ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങള് എന്റെ മക്കള് നോക്കിയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം ഒരു രസമാണ് അല്ലെ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ആഹാരത്തിനെ പറ്റിയാണ്. അപ്പൊ മക്കള് മനസ്സിലാക്കുക, എണ്ണയിൽ ചുട്ടെടുത്ത ആഹാരം ഒരുപാട് കഴിക്കുന്നത് നല്ലതാണോ? അല്ല അല്ലെ. ഇതും നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ തരത്തിലുള്ള ആഹാരങ്ങളും ഉൾപ്പെടുത്തിയിട്ട് അല്ലെ, ബാലൻസ്ഡ് ആയിട്ടുള്ള സമീകൃത ആഹാരം എന്നൊക്കെ നമ്മൾ പറയും. അതാണ് നമ്മുടെ പോഷകാഹാരമാണ് നമ്മുടെ വളർച്ചയ്ക്കൊക്കെ നമുക്ക് ആവശ്യം. അതൊക്കെ നമുക്ക് എന്താണ്, വരുന്ന ക്ലാസ്സുകളിൽ വീണ്ടും ഡിസ്കസ് ചെയ്യണം. അപ്പൊ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാടാ. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പൊ ഇനിയും കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.